നമസ്കാരം. വനമാലിയിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീ പൂന്താനം തിരുമേനിയുടെ ശ്രീകൃഷ്ണ കർണാമൃതത്തിലെ 153 ശ്ലോകങ്ങളാണ് നമ്മൾ ഇതുവരെ വായിച്ചത്. ഇന്ന് നമുക്ക് 154 ശ്ലോകം മുതൽക്ക് വായിക്കാം. നാമോച്ചാരണമൊന്നു കൊണ്ടു ഗതി വന്നു പണ്ടു ദാസീപദേ. നാമോച്ചാരണമൊന്നു കൊണ്ടു മുനിയായി വാത്മീകി പണ്ടേ തുലോം. നാമോച്ചാരണമൊന്നു തന്നെ മതിയെന്നോതുന്നു വേദാന്തവും. നാമോച്ചാരണമെന്നതെങ്കലരുളീടാനന്ദപാഥോ നിധേ. നാമോച്ചാരണം ഒന്നുകൊണ്ട് ഗതി വന്നു പണ്ടു ദാസീപതേ. ദാസീപതിയുടെ, ദാസീപതി എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് അജാമിളനെയാണ്. അജാമിളൻ ഒരു പ്രാവശ്യം ആ നാമം ഉച്ചരിച്ചത് കൊണ്ട് തന്നെ ഗതി വന്നു എന്ന് വെച്ചാൽ മോക്ഷം ലഭിച്ചു. പിന്നത്തെ വരിയിൽ പറയുന്നത് നാമോച്ചാരണം ഒന്നുകൊണ്ടു മുനിയായി വാൽമീകി പണ്ടേ തുലോം. ഇവിടെ വാൽമീകി മഹർഷിയുടെ കാര്യമാണ് പറയുന്നത്. ആ നാമോച്ചാരണം കൊണ്ട് മാത്രം പണ്ട് വേടനായിരുന്ന അദ്ദേഹം വാൽമീകി എന്ന മഹർഷിയായിട്ട് തീർന്നു. നാമോച്ചാരണം ഒന്നു തന്നെ മതിയെന്ന് ഓതുന്നു വേദാന്തവും. ഈ നാമോച്ചാരണം മാത്രം മതിയെന്ന് വേദാന്തവും പറയുന്നുണ്ട്. നാമോച്ചാരണം എന്നതെങ്കൽ അരുളീട് ആനന്ദ പാഥോനിധേ. അല്ലയോ ആനന്ദപാഥോനിധേ, ആനന്ദ സമുദ്രമേ, ആ നാമോച്ചാരണം എന്നുള്ള ആ വരം നൽകിയിട്ട് എന്നെ അനുഗ്രഹിക്കണം. ഇവിടെ ഈ ശ്ലോകത്തില് അജാമിളിനെയും വാൽമീകിയെയും ഒക്കെ സ്മരിക്കുന്നുണ്ട്. ഇവിടെ അജാമിളനാവട്ടെ, അതാണ് ദാസീപതി എന്ന് പറഞ്ഞത്. ആ ദാസിയുടെ പതിയായിട്ടുള്ള അജാമിളൻ ഒരു തവണ നാരായണ എന്ന് വിളിച്ചു. അത് സ്വന്തം മകനെയാണ് വിളിച്ചത്. ആ ഒരു തവണ നാരായണ എന്ന് വിളിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന് മോക്ഷം ലഭിച്ചു. ആ മരണസമയത്ത് നാരായണ എന്ന് വിളിക്കാനും സുഹൃതം ചെയ്യണം. അത് മുൻപ് ചെയ്ത സുഹൃതം കൊണ്ടാണ് ആ സമയത്ത് മകന്റെ പേരായ നാരായണ എന്ന് വിളിക്കാൻ അദ്ദേഹത്തിന് തോന്നിച്ചത്. അതുപോലെ പൂർവാശ്രമത്തിലെ വേടനായിട്ട് നടന്നിരുന്ന വാൽമീകി മഹർഷി രാമനാമം ജപിച്ചത് കൊണ്ട് മാത്രം ശ്രേഷ്ഠനായിട്ടുള്ള മഹർഷിയായിട്ട് തീർന്നു. ഇത് പണ്ടേ വളരെ പ്രസിദ്ധമാണല്ലോ എന്നാണ് പറയുന്നത്. അതുപോലെ മോക്ഷസാധനത്തിന് ഈ നാമജപം ഒന്ന് മാത്രം മതി എന്ന് വേദാന്തവും പറയുന്നുണ്ട്. സതതം കീർത്തയന്തോ മാം യതന്തശ്ച ദൃഢവ്രതാ നമസ്യന്തശ്ച മാം ഭക്ത്യാ നിത്യയുക്താ ഉപാസതേ എന്ന് ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്. അതായത് ഭഗവത് പ്രാപ്തി എന്ന ലക്ഷ്യം അല്ലെങ്കിൽ മോക്ഷപ്രാപ്തി എന്ന ലക്ഷ്യത്തിൽ മനസ്സ് ഉറച്ചവര് എല്ലാ സമയവും ഭഗവത് നാമം ഉച്ചരിച്ചിട്ട് ദൃഢനിശ്ചയത്തോടുകൂടി തന്നെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രിച്ച് സ്വന്തം ധർമ്മം അല്ലെങ്കിൽ കർമ്മം അനുഷ്ഠിച്ച് ഭഗവാന്റെ പാദപത്മങ്ങളിൽ നമസ്കരിച്ച് പരമപ്രേമത്തോടുകൂടി തന്നെ ഭജിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. ഇവിടെ ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അതുപോലെ പുരാണങ്ങളും ഉപനിഷത്തുകളും ഒക്കെ ഈ നാമസങ്കീർത്തനത്തിന്റെ മാഹാത്മ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെയുള്ള ആ നാമോച്ചാരണം അത് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം അടിയന് നൽകിയിട്ട് അനുഗ്രഹിക്കണം എന്നാണ്. ആനന്ദ പാഥോനിധേ. പാഥോനിധി എന്ന് വെച്ച് കഴിഞ്ഞാൽ സമുദ്രമാണ്. ആനന്ദക്കടലേ, ആനന്ദസാഗരമേ, ഭഗവാനെ അങ്ങ് അങ്ങനെയുള്ള ഒരു വരം നൽകി എന്നെ അനുഗ്രഹിക്കണം എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. ഇനി അടുത്ത ശ്ലോകം. നാമാമൃതം നാവിലിരിക്കുമപ്പോൾ സോമാമൃതം വിസ്മൃതമായി വരുന്നു. നാമാമൃതം പാർത്തു നിറച്ചുകൊണ്ടാൽ നാമാമൃതം കാണമൃതം മൃതാനാം. അമൃതം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, മരണത്തെ ഇല്ലാതാക്കുന്നത് എന്നാണ് അർത്ഥം. നാമാമൃതം നാവിലിരിക്കുമപ്പോൾ, നാമമാകുന്ന അമൃതം നാവിലുണ്ടാവുമ്പോൾ,
അതായത് നമുക്ക് അമൃതത്വമേകാൻ ശക്തിയുള്ളതാണ് ആ തിരുനാമങ്ങൾ. അതിങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ സോമാമൃതം വിസ്മൃതമായി വരുന്നു. ആ സോമരസമാകുന്ന അമൃതം, അതായത് ദേവാമൃതം തന്നെ, ആ സാക്ഷാൽ ദേവന്മാരുടെ ആ അമൃതത്തെക്കുറിച്ച് വിസ്മൃതമാവുന്നു, മറന്നു പോകുന്നു, അത് നിഷ്പ്രഭമാകുന്നു എന്നർത്ഥം. ഇനി നാമാമൃതം പാർത്തു നിറച്ചുകൊണ്ടാൽ, ഈ നാമാമൃതം നമ്മുടെ മനസ്സിൽ നിറച്ചു വെച്ചാൽ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നാമങ്ങൾ വളരെ ശ്രദ്ധിച്ച് നമ്മുടെ മനസ്സിൽ എല്ലായ്പ്പോഴും ഓർത്തുകൊണ്ടിരുന്നാൽ, നാമാമൃതം കാണമൃതം മൃതാനാം. മൃതാനാം എന്ന് വെച്ചാൽ മനുഷ്യർക്ക് ഈ നാമമാകുന്ന അമൃതം നേരിട്ട് കാണാൻ സാധിക്കുന്ന അമൃതമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുഭവിച്ച് അറിയാൻ പറ്റുന്ന അമൃതമാണ് എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അതായത് ഈ നാമസങ്കീർത്തനത്തിലൂടെ അമൃതരസം ആസ്വദിക്കാൻ സാധിക്കും എന്ന് തന്നെ. ഈ നാമം ചൊല്ലുന്നതിൻ്റെ പ്രാധാന്യമാണ് ഈ ശ്ലോകങ്ങളിലൊക്കെ പറയുന്നത്. നമുക്കെല്ലാവർക്കും ഇങ്ങനെ നാമം ജപിച്ച് മനസ്സ് ശുദ്ധീകരിച്ച് ഈ അമൃതരസം നുണയാൻ സാധിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ